എല്ലാവർക്കും മലാക്ക മല്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ കാലമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 2 മാസമായി കാണും നമ്മളെ വീഡിയോ ചെയ്തിട്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മലാഗ അട്രാക്ഷൻസിനെ കുറിച്ചിട്ടാണ്. ആസ് എ ടൂറിസ്റ്റ് നിങ്ങൾ മലാഗയിൽ വന്നിറങ്ങുമ്പോൾ, സെൻറ്ററിൽ വന്നിറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. പ്രധാനമായിട്ടും സെൻറ്ററിനെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഇനി വരുന്നത് നമ്മളെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതിൽ ഒരുപാട് ഭംഗിയുള്ള വളരെ രസമുള്ളൊരു സ്ഥലമാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പതിവ് പോലെ നമ്മൾ മലാഗ സെൻറ്ററിലാണ്. ഈ മലാഗ സെൻറ്ററിൽ നിങ്ങൾക്ക് പല വീഡിയോയിലും കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടായിരിക്കും. ഞാനിനി പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമില്ല. ഇതാണ് മലാഗ സെൻറ്റർ. അപ്പം നമ്മൾക്ക് പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ മലാഗ സെൻറ്ററിൽ നിന്ന് നമുക്കൊന്ന് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് കിടന്നാൽ മതി. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന മലാഗ പോർട്ടിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. അതിന് മുന്നേയായിട്ട് ഇങ്ങനൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇതെന്ന് വെച്ചാൽ ടൂറിസ്റ്റുകൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു സ്ഥലമാണ്. ഇത് സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മലാഗയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസൊക്കെ കിട്ടും. ഗൈഡ് വേണമെങ്കിൽ അത് കിട്ടും. നമുക്ക് ഇവിടെ ആദ്യമായിട്ട് വരുന്നവരാണെന്ന് വെച്ചാൽ സ്ഥലം അറിയാതെയോ അല്ലെങ്കിൽ ഭാഷ മനസ്സിലാവാതെയോ കാര്യങ്ങൾ നമുക്ക് പിടികിട്ടാതെ പോകേണ്ട ഒരു ഇതും വരില്ല. ഇങ്ങനെ ഈ ഒരു ഇതുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ. സോ അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളെ കണ്ട കവാടം ഇല്ലേ, അത് ഞാൻ മിസ് ചെയ്തു. ആ കവാടമാണ് പോർട്ടിലേക്കുള്ള മെയിൻ കവാടം. ഈ നിൽക്കുന്ന ആളാണ് പണ്ട് ഇവിടെ മീൻ കച്ചവടം ചെയ്തിരുന്ന ആൾ. അതായത് നമ്മുടെ നാട്ടിലൊക്കെ തലയിൽ വെച്ചിട്ടൊക്കെ കൊണ്ടുവന്നിരുന്നില്ല, അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെയായിരുന്നു കൊണ്ടുവന്നിരുന്നത് മീനൊക്കെ. അപ്പോൾ ഞാൻ പോർട്ടിലേക്ക് കടന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോർട്ടിൻ്റെ മെയിൻ ഭാഗങ്ങൾ തുടങ്ങുകയാണ്. ഇവിടെ നമുക്ക് ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ആയിട്ട് ക്രൂസ് ഷിപ്പുകളും അങ്ങനെ വലിയതൊക്കെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ പോകും തോറും ഒരു സൈഡിൽ മാത്രമല്ല കേട്ടോ കാഴ്ച, അപ്പുറത്തെ സൈഡിലും ഉണ്ട്. ബോട്ടിൻ്റെ ഒരു ഭാഗത്ത് മനോഹരമായിട്ടുള്ള കടലും കപ്പലും അതൊക്കെയാണ് നമ്മളെ കാഴ്ചകൾ. ഈ വശത്താണെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ സ്റ്റോൺസ് അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ വിൽപ്പനയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ വളരെ ഭംഗിയാണ്. പിന്നെ മെയിനായിട്ട് അവർ കൈയ്യടി ചെയ്ത സാധനങ്ങളും ഒക്കെയാണ്. കുറച്ച് വിലയൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. കുറച്ച് ദിവസം, ഒരു 10-15 ദിവസമൊക്കെ അവരിവിടെ ഉണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വേറെ സ്ഥലത്തേക്ക് പോകും. മെയിനായിട്ട് പെയിൻറ്റിങ് ആണ് കേട്ടോ. പെയിൻറ്റിങ്സും പിന്നെ അവർ കൈയ്യിട്ടുണ്ടാക്കിയിട്ടുള്ള എന്താ പറയുക, അങ്ങനെ പാവക്കുട്ടികളെ പോലെയുള്ള രൂപങ്ങളൊക്കെ, അതൊക്കെ ഭയങ്കര പ്രഷ്യസായിട്ട് ആളുകൾ വാങ്ങിക്കുന്നത് കാണാറുണ്ട്. ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ. സോ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ ഒരു സൈഡിൽ കൂടെ നടക്കാം. അത് കഴിഞ്ഞിട്ട് വലിയ വലിയ ക്രൂസ് കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിലാണ് തുടങ്ങുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചെറിയൊരു മാർക്കറ്റ് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കുഞ്ഞു മാർക്കറ്റ് കേട്ടോ. ഇത് എല്ലാ സമയത്തും ആക്റ്റീവാണ്. അതുപോലെ തന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഓരോ ടൈമിൽ, ഇപ്പോൾ വിൻ്റർ ടൈമിൽ അതിൻ്റേതായിട്ടുള്ള ആ ക്രിസ്മസിൻ്റെ ആ ഒരു അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും. അതുപോലെ സ്പ്രിങ് ആയതുകൊണ്ടോ ആ ലാവൻഡർ കളറൊക്കെ കീപ്പ് ചെയ്ത്. അപ്പോൾ ഓരോ
ഓരോ സീസണിലും ഈ മാർക്കറ്റ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് ഇവിടുത്തെ സ്പാനിഷ് പീപ്പിളിൻ്റെ തന്നെ സാധനങ്ങൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ തന്നെ കച്ചവടം ചെയ്യുന്ന അവരുടെ വസ്തുക്കൾ ഒക്കെയുള്ള ഒരു മാർക്കറ്റാണ്. മെയിനായിട്ട് ഡ്രസ്സൊക്കെയാണ് ഇതിനുള്ളിലുള്ളത്. ഇതൊരു കുറച്ച് ഏരിയ ഉള്ളതിന് നടുക്കിലായിട്ടൊരു സ്പേസിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുഞ്ഞു മാർക്കറ്റും കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു. ഇവിടെ ചെറിയ ചെറിയ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് 1 മണിക്കൂറൊക്കെ വേണമെങ്കിൽ നമുക്ക് ബോട്ടിലൊക്കെ സവാരിയൊക്കെ ചെയ്യാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ സൈഡിൽ. ഇനിയാണ് അങ്ങോട്ട് വമ്പന്മാരുടെ കടന്നു വരവ്. വലിയ വലിയ യാച്ചും കപ്പലൊക്കെ നമുക്ക് ഈ സൈഡിലാണ് കാണാൻ പറ്റുക. കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പോർട്ടിനെയും ബീച്ചിനെയും വിഭജിക്കുന്ന പാതയിലൂടെ, കടൽ പാതയിലൂടെയാണ്. ഞാൻ ഇങ്ങോട്ട് വന്നതിന് മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ വലിയ വലിയ കപ്പലുകളും മറ്റും കാണാനായിട്ട് സാധിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇല്ല, ചെറുതൊക്കെ തന്നെയേ ഉള്ളൂ. വലിയ കപ്പലുകളും കാര്യങ്ങളൊന്നും ഇന്നില്ല. ചെറിയ ചരക്ക് കപ്പലുകളാണ് ഉള്ളതെന്ന് തോന്നുന്നു. ഇല്ല, അതും ഇല്ലാന്ന് തോന്നുന്നു ഇന്ന്. സാധാരണ ഉണ്ടാവാറുണ്ട്, വലിയ വലിയ ക്രൂസ് ഷിപ്പുകളൊക്കെ വന്നിട്ടുള്ള സമയങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ഇല്ല. നമുക്ക് ഉള്ളപ്പോൾ നമുക്ക് ചെറിയ സ്റ്റോറിയൊക്കെ ആയിട്ട് ഞാൻ ഇടണ്ട കേട്ടോ. ഇനി നമുക്ക് എത്ര വേണമെങ്കിലും അങ്ങോട്ട് നടക്കാം. കാണുന്ന എൻഡ് വരെ നമുക്ക് നടക്കാം. പക്ഷെ അതിനുള്ള ക്ഷമ എനിക്കില്ലാത്തത് കൊണ്ടും അത്യാവശ്യം വെയിലിപ്പോൾ വരുന്നത് കൊണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ വെച്ച് നമ്മളെ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ആൻഡ് അഡിയോസ്.